ഇന്ന് രാവിലെ റിപ്പോർട്ടർ ടി വി വെളിപ്പെടുത്തിയ ഒരു ന്യൂസ് കേൾക്കാൻ ഇടയായി. ഒരു തട്ടിപ്പുകാരൻ്റെ കുപ്രചരണം മുഖവിലക്കെടുത്ത് അവർ ഇന്ന് പറഞ്ഞ ന്യൂസ് അടിസ്ഥാനരഹിതമാണ്. ഞാനതിനെ മുഴുവനായും തള്ളിപ്പറയുന്നു. മാത്രമല്ല, ആ കേസിലെ ആസ്പദമായ FIR കാണാനിടയായി. 2015 എന്ന് അവകാശപ്പെടുന്ന ഒരു കാര്യം കേസിന് പോകുന്നത് 2025 ഫെബ്രുവരിയിലാണ്. ഇതിനിടയിൽ എന്ന് ഇത് സംഭവിച്ചു, എപ്പോഴാണ് എന്നുള്ള ഡേറ്റ് അറിഞ്ഞാൽ ഞാൻ അന്ന് കൊച്ചിയിലുണ്ടോ ഇല്ലേ എന്ന് എനിക്കെൻ്റെ പാസ്പോർട്ട് നോക്കി ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെ വിശദമായിട്ടൊന്നും അതിൽ കാണാൻ പറ്റിയില്ല. ഏതായാലും ഞാൻ ഈ ന്യൂസിൽ ഇത് പറയാൻ വരുന്നതിന് മുമ്പ് ആദ്യമായി ചെയ്തത് എൻ്റെ വക്കീലുമായി ബന്ധപ്പെട്ട് മാനനഷ്ട കേസിന് പരാതി നൽകാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. 100 കോടി രൂപ മാനനഷ്ടം ചോദിച്ചുകൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ അതിന് വേണ്ട നടപടികളുമായിട്ട് അബ്ദുസ്സലാമിൻ്റെ പേരിലും റിപ്പോർട്ടർ ചാനലിൻ്റെ പേരിലും ഇന്ന് തന്നെ അതിന് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകം ഇവിടെ പറയാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ഉണ്ട്, എന്നെയായിട്ട് ഇടപാടുള്ള ആളുകളുണ്ട്, എൻ്റെ കുടുംബമിത്രാദികളുണ്ട്. എല്ലാവരോടും പറയാനുള്ളത്, ഇത് കേട്ട് നിങ്ങളാരും വിഷമിക്കേണ്ട. എന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഈ 62 വയസ്സിനുള്ളിൽ ഇത്രയും കാലം ഇങ്ങനെ നമ്മൾ ആരോടും ഒരു വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യേ, ആരെങ്കിലും മറ്റുള്ള രീതിയിൽ പറ്റിക്കുകയോ ചെയ്തൊരു ചരിത്രം പറയാനില്ല. അത് തികച്ചും നല്ല ബോധത്തോടെ തന്നെ ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളാരും ഈ കാര്യത്തിലൊട്ടും വിഷമിക്കേണ്ട. ഇതിനെ എങ്ങനെ നേരിടണം നമുക്കറിയാം. തീർച്ചയായിട്ടും നമ്മളതിനെ നേരിടും എന്നാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്.